ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നേ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്ക് വീട്ടിലെങ്ങനെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഫേഷ്യൽ ചെയ്യാം എന്നുള്ളതാണ്. ഇതിൽ യാതൊരു രാസവസ്തുക്കളും ഉപയോഗിക്കുന്നില്ല. നമ്മൾക്ക് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ആദ്യം നമ്മൾക്ക് നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്റ് ചെയ്ത മിൽക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് ഒന്നുകിൽ നിങ്ങൾ കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു കോട്ടൺ പാഡ് കൊണ്ട് മുഖത്ത് ഇത് തേക്കുകയാണ്. ഇത് തേച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ്സ് നമ്മുടെ മുഖത്തിരുന്നോട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇത് മിൽക്ക് ഒരുപാട് നല്ലതാണ്. ഇത് ഹൈഡ്രേറ്റ് ചെയ്യും നമ്മളുടെ സ്കിന്നിനെ. അതുകൂടാതെ തന്നെ ഇതിലെല്ലാം മുഴുവൻ പ്രോട്ടീൻസും കാര്യങ്ങളും ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മളുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. ഒരു 3 മിനിറ്റ്സ് നമ്മളുടെ മുഖത്ത് തിരിക്കട്ടെ കേട്ടോ. ഇതിനിപ്പോൾ വാഷ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സാരമില്ല. എന്നാന്ന് വെച്ചാൽ അടുത്ത് നമ്മൾ സ്ക്രബ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പാലും അരിപ്പൊടിയും കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് ഇച്ചിരി പാല് മാത്രമാണല്ലോ നമ്മൾ തേച്ചിട്ടുള്ളൂ. അത് കഴുകാൻ താല്പര്യമുണ്ടെങ്കിൽ കഴുകിക്കളയാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ കൂടേക്ക് തന്നെ നമ്മൾക്ക് ഈ സ്ക്രബ് ചെയ്യാനുള്ള പാലും അരിപ്പൊടിയും കൂടെ നമ്മൾക്ക് തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ തണുത്ത പാല് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മളുടെ പുട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അല്പം തരിതരിപ്പായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അതാണെങ്കിൽ കുറച്ച് കൂടെ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ മുഖത്ത് ഇത് ചെയ്യുമ്പോൾ അതിലുള്ള ഡെഡ് സ്കിന്നും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. എപ്പോഴും തേക്കുമ്പോൾ മുകളിലോട്ട് ചെയ്യണേ. ഒരു 2-3 മിനിറ്റ്സ് ഇരുന്ന് നമ്മുടെ മുഖം ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ. ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. മുഖം നല്ലതായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് മുഖത്തോട്ട് മുകളിലോട്ട് ചെയ്ത് ഇതൊന്ന് മുഖത്തുനിന്ന് അങ്ങോട്ട് കുറച്ച് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ മുഖത്ത് ഉള്ള ഡെഡ് സ്കിന്നും എല്ലാം അങ്ങോട്ട് പോകും. അതൊന്ന് കളഞ്ഞിട്ട് നല്ലതായിട്ട് മുഖത്ത് റബ്ബ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പോയി കഴുകിയിട്ട് വരാം. ഇനി നമുക്ക് മുഖത്ത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് തേനും പാലും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ
എനിക്കെൻ്റെ ചേച്ചി ഇച്ചിരി തേൻ തന്നു വിട്ടു. വീട്ടിൽ തന്നെ അവർ ഉണ്ടാക്കിയതായിരുന്നു. അവരുടെ വീട്ടിൽ തേനീച്ചപ്പെട്ടി ഉണ്ടായിരുന്നേ. തേനൊഴിച്ചു. ദെൻ നമ്മൾക്ക് പാലൊഴിച്ച് കൊടുക്കാം. തേച്ച് കൊടുക്കാം. മസാജ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ വിരലിൽ അല്പം തേക്കണേ. അപ്പം നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടും. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും അപ്വേർഡായിട്ട് ചെയ്യണേ. കൈ ഉണങ്ങുമ്പം അല്പം കൂടെ നമ്മളുടെ ഈ ഹണിയും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ കൈയിലൊന്ന് പരത്തിയിട്ട് വീണ്ടും വീണ്ടും ചെയ്യണേ. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയാൽ ഒരു ½ മസാജ് അവർ നമ്മളുടെ മുഖത്തിന് തരും. ഈ മസാജിൻ്റെ ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ്. അപ്പോൾ അത് നമ്മളുടെ ഹണിയും മിൽക്കും നമ്മളുടെ സ്കിൻ അബ്സോർബും ചെയ്യും. നമ്മളുടെ സ്കിന്നിന് വളരെ ഗുണകരമാണ്. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. കഴുകിയിട്ട് വന്ന് ഇനി നമ്മൾക്ക് മുഖത്ത് ഒരു പായ്ക്കിടാം. മുഖത്ത് പായ്ക്കിടാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് തന്നെ. നമ്മളുടെ പാല്, ദെൻ പാലിൻ്റെ അകത്ത് അല്പം ഹണി ഒഴിക്കണം വീണ്ടും. അപ്പോൾ നമ്മളുടെ മുഖത്ത് ഒലിച്ചു പോകാത്ത രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കണം കേട്ടോ. പാല്, ദെൻ ഹണി, ദെൻ അല്പം അരിപ്പൊടി, ദെൻ ഇതിൻ്റെ കൂടേക്ക് നമ്മൾക്ക് അല്പം ശർക്കര ചീവിയതും കൂടെ ഇടാം കേട്ടോ.
നല്ല പേസ്റ്റ് രൂപത്തിലാകണം. ഈ പാക്ക് ഇടുമ്പോഴും നമ്മുടെ കഴുത്തിലും വെച്ചുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. നാല് ഇൻഗ്രീഡിയൻസ് ആണ്: ചക്കര, ഹണി, അരിപ്പൊടി, പാല്. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, മുഖത്ത് മാത്രം തേക്കാനുണ്ട്. ടീഷർട്ട് ഇട്ടേക്കണ കാരണം കഴുത്തേൽ തേക്കാൻ പറ്റില്ല ഇപ്പോൾ. പായ്ക്ക് മുഖത്തിട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് സംസാരിക്കാതെ അത് ഒരു 15 മിനിറ്റ്സ് എങ്കിലും നമ്മുടെ മുഖത്തിൽ നല്ലതായിട്ട് ഉണങ്ങണം കേട്ടോ. അപ്പം നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ഒരു 15-20 മിനിറ്റ്സ് ആയിട്ടുണ്ട് മുഖത്ത്. നമുക്കിനി ഇതൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അല്ലാതെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഹണി പാലും എല്ലാം കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിളക്കവും വന്നിട്ടുണ്ട് മുഖത്തിനല്ലേ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ നല്ലതാണ്. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് കാശ് മുടക്കും ഇല്ല, നമ്മൾക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. പുറത്ത് പോയി നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ അവർ തിരുമ്മിയത് ശരിയായില്ല, അവർ ഉപയോഗിച്ച സാധനങ്ങളുടെ ക്വാളിറ്റി നല്ലതല്ല എന്നുള്ള ഒരു സങ്കടമൊക്കെ നമുക്കില്ലേ. അപ്പോൾ നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കണേ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.